ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് പുകഴ്ത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ കേരളം അമ്പാടെ തന്നെ ഷോറൂമുകൾ ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങളെ എല്ലാവരും എന്നെ മനസ്സിലാക്കുകയും ചെയ്യും, എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സുധി ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിയാണെങ്കിൽ ഇപ്പം തന്നെ നടന്നത് തന്നെ. ഏതായാലും ഇവൻ്റെ യഥാർത്ഥ കഥ ദേ നമ്മൾ ആരെങ്കിലും ഈ ജനങ്ങളുടെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാലേ ഓരോ കാര്യങ്ങളും ചോദിച്ചുകൊണ്ട് സുധിയുടെ മുന്നിലേക്ക് വരിക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയാം. ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ എന്ന് രേവതിയും പറയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് മൈക്ക്. അപ്പോൾ ശ്രുതിയുടെ കയ്യിലേക്ക് മൈക്ക് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേര് ശ്രുതി, ഞാൻ ഇദ്ദേഹത്തിൻ്റെ വൈഫാണ്, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, എനിക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറും ഉണ്ടെന്ന് പറയുക. ഇതൊന്നും സച്ചിക്കും രേവതിക്കും അങ്ങനെ തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. രണ്ടെണ്ണം പൊങ്ങച്ചക്കാരനും പൊങ്ങച്ചക്കാരിയും ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരാരും അങ്ങനെ കൈ കടിക്കാനായിട്ട് പോയതുമില്ല. അങ്ങനെ നമ്മുടെ ആങ്കറാണെങ്കിൽ ഇനി അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്നത് സച്ചിയും രേവതിയാണ് എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവർ രണ്ടുപേരും കൂടി സ്റ്റേജിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ സ്റ്റേജിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പേര് സച്ചി, ഞാൻ കാർ ഡ്രൈവറാണ് എന്നിങ്ങനെ പറയുക. പക്ഷേ ആരും അവിടെ കൈ അടിക്കുന്നുമില്ല. അപ്പോൾ കൈ അടിക്കാതെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. ഇവിടെ നമ്മുടെ വർഷയും അതേപോലെ തന്നെ ശ്രീകാന്തും മാത്രമേ അവിടെ കൈ അടിച്ചുള്ളൂ. അങ്ങനെ നമ്മുടെ രേവതി മൈക്ക് മേടിക്കുകയാണ്. എൻ്റെ പേര് രേവതി എന്നാണ്, എനിക്ക് പൂകെട്ടലാണ് ജോലി, ഞാൻ നന്നായിട്ട് പൂകെട്ടി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴും ആരും കൈയടിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹാങ്കറയുടെ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു പെണ്ണാണെങ്കിൽ, അതെ നിങ്ങളാരും എന്താ ഒന്ന് കൈയടിക്കാത്തത്, എന്താ പൂകെട്ടലും ഡ്രൈവർ ജോലിയും അത്രയും മോശമാണോ, നിങ്ങൾ കൈയടിക്കുന്നേ, ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഒന്ന് കൈയടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി നേരെ അവിടെ പോയിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കണം, രേവതി നമ്മൾ സ്റ്റേജിൽ കയറി പറഞ്ഞപ്പോഴെന്താ അവരൊന്നും കൈയടിക്കാതിരുന്നത്, ഡ്രൈവർ ജോലി അത്ര മോശപ്പെട്ട ജോലിയാണ് രേവതി, ആര് പറഞ്ഞു ഡ്രൈവർ ജോലി മോശപ്പെട്ട ജോലിയാണെന്ന്? ഡ്രൈവർ ജോലി നല്ല അടിപൊളി ജോലി തന്നെയാ. ദേ എത്ര പേരാണ് സച്ചിയുടെ കാറിൽ കയറുന്നത്, സച്ചിയുടെ വിശ്വസിച്ചല്ലേ അവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതെ ആ ജോലി നല്ല ജോലിയല്ലേ, സച്ചേട്ടന് എത്ര സുരക്ഷിതമായിട്ടാണെന്നറിയാവോ ഈ ഡ്രൈവിങ് ചെയ്ത് അവരെ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മുടെ സച്ചിയും പറയാണ്, പൂകെട്ടിലെ ജോലിയൊന്നും മോശപ്പെട്ട ജോലിയൊന്നുമല്ല, നീ പൂകെട്ടി കൊടുക്കുന്ന മാലകളല്ലേ ഓരോരോ അമ്പലങ്ങളിൽ കൊണ്ടുപോയി ദൈവങ്ങൾക്ക് സമർപ്പിക്കുന്നത്, അപ്പോൾ അതൊക്കെ മോശപ്പെട്ട ജോലിയാണോ? ആര് പറഞ്ഞ് മോശപ്പെട്ട ജോലിയാണെന്ന്? അതൊന്നും മോശപ്പെട്ട ജോലിയേ അല്ല. ദേ പൂകെട്ടുന്നതും ഡ്രൈവർ ജോലിയും എല്ലാം നല്ല ജോലി തന്നെയാണ്. മാന്യമായിട്ട് ചെയ്യുന്ന ഏത് ജോലിക്കും അതിൻ്റെതായ ഇതുണ്ട് സച്ചിയേട്ടാ. അതൊക്കെ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നത് അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോലി നമ്മൾ ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ സച്ചിയേട്ടാ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുക. അങ്ങനെ വേറൊരു കാര്യം ഇവിടെ വരികയാണ്. അപ്പോൾ അവിടെ ആ ഒരു അനൗൺസ്മെൻറ്റോടെ പറയുകയാണ്, അതെ ഇനിയൊരു ടാസ്ക് വരികയാണ്, അത് ഇപ്പോൾ മത്സരിച്ച അവരുടെ കപ്പിളിൽ സ്ത്രീകൾ ഇങ്ങോട്ട് വരൂ എന്നും പറഞ്ഞുകൊണ്ട് എല്ലാ സ്ത്രീകളും കയറി പോവുകയാണ്. രേവതിയും ശ്രുതിയും അതേപോലെ തന്നെ വർഷയും ബാക്കിയുള്ള എല്ലാവരും കയറി പോവുകയാണ്. അങ്ങനെ കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്ക് നമ്മുടെ സച്ചി ചാടി എണീറ്റിട്ട്, അതെന്ത് പരിപാടിയാ, കപ്പിളായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അല്ലേ അങ്ങോട്ട് കയറി ചെല്ലേണ്ടത്, നിങ്ങൾ സ്ത്രീകളെ മാത്രം വിളിച്ചത് എന്തിനാണ് എന്നിങ്ങനെ സച്ചി ചോദിക്കുക. ഇത് കഴിഞ്ഞപ്പോഴേക്കും, അതെ നിങ്ങൾക്കൊരവസരം വരും, ഇപ്പോൾ സ്ത്രീകളാണ് ഫസ്റ്റ് വരേണ്ടത്, ലേഡീസ് ഫസ്റ്റ് അല്ലേ എന്നിങ്ങനെ സച്ചി ഇങ്ങനെ പറയാം. അതെ അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് കലി വരികയാണ്. ഒന്ന് അവിടെ ഇരിക്കടാ, നിനക്ക് നാണമില്ലേ, നീ എന്തിനാടാ ഇങ്ങനെ എണീറ്റ് സംസാരിക്കുന്നത്, നീ പോടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചി അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരോടും ഓരോ ടാലൻറ്റ് ചോദിക്കുകയാണ്. അപ്പോൾ ഒരു പെണ്ണിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നന്നായി ഡാൻസ് ചെയ്യുമെന്ന് പറയുക, പിന്നെ ഒരു പെണ്ണിനോട് ഞാൻ നന്നായിട്ട് പാട്ട് പാടും, പിന്നെ വേറൊരു പെണ്ണാണെങ്കിൽ ഞാൻ ഗിറ്റാർ വായിക്കും, അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഞാനേ നന്നായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യും, ഒരാണിനെ മേക്കപ്പ് ചെയ്ത് പെണ്ണായിട്ട് മാറ്റാനായിട്ട് എനിക്കറിയാം എന്ന് ശ്രുതി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചി ശ്രുതിയോട് ചോദിക്കുകയാണ്, എടാ നിന്റെ ഭാര്യ പറഞ്ഞത് കേട്ടില്ലേ, എടാ ഇനി അവൾ ഓപ്പറേഷനും കൂടി ചെയ്യുമെന്ന് പറയോ, നീ പോടാ, എൻ്റെ ഭാര്യയൊക്കെ നന്നായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് അറിയാം. അങ്ങനെ വർഷയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പല ആൾക്കാരുടെ സൗണ്ടിൽ ഡബിങ് ചെയ്യാനറിയാം എന്നിങ്ങനെ പറയുക. അപ്പോൾ അടുത്തത് രേവതിയോട് ചോദിക്കാം. രേവതി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എന്താ രേവതി ഒന്നും മിണ്ടാതിരിക്കുന്നത്, നിങ്ങൾക്കുള്ള ടാലൻറ്റ് എന്താണെന്ന് പറയൂ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും
ആ, രേവതിക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. അപ്പോഴേക്കും സുധിയാണെങ്കിൽ സച്ചിയെ കളിയാക്കണം, എടാ നിന്റെ ഭാര്യയ്ക്ക് ഒന്നും അറിയില്ലല്ലേ, ആ അല്ലെങ്കിലും നിങ്ങൾക്കൊന്നും ഒരു ടാലൻറ്റും ഇല്ലല്ലോ, എന്തിനാടാ ഈ മത്സരത്തിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ പോടാ, നീ ഒന്നും മിണ്ടാതിരിക്കടാ. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട്, അതെ എൻ്റെ ഭാര്യയ്ക്ക് കണ്ണടച്ച് പൂകെട്ടാൻ അറിയാം, 3 മിനിറ്റിനുള്ളിൽ 3 മുഴം പൂ കെട്ടും എൻ്റെ ഭാര്യ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്ക് രേവതി, ആ അതെ മേഡം, എനിക്ക് കണ്ണടച്ച് പൂ കെട്ടാൻ അറിയാമെന്ന് പറയുകയാണ്. അപ്പോൾ ആഹാ കൊള്ളാലോ, ഇത്ര നല്ല ടാലന്റ് ഉണ്ടോ, കൺഗ്രാറ്റുലേഷൻസ് രേവതി എന്നും പറയുക. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഈ ഹങ്കർ അവിടെ പോയി ഇങ്ങനെ ഇരിക്കുക. അപ്പം അങ്ങനെ ഓരോ മത്സരങ്ങളും തുടങ്ങാനായിട്ടുള്ള സമയം വരികയാണ്. അപ്പോൾ ആയം തന്നെ ആ ഒരു ഡാൻസുകാരി പെണ്ണ് ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അവരെല്ലാവരും കൈയടിക്കുകയും ചെയ്യാണ്. അങ്ങനെ പാട്ട് പാടുന്ന പെണ്ണ് വരികയാണ്. അങ്ങനെ പാട്ട് പാടുകയും ചെയ്യാണ്. അടുത്തത് നമ്മുടെ ഗിറ്റാർ വായിക്കുന്ന പെണ്ണൂര്. അപ്പോൾ ഗിറ്റാർ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സുധി അവിടെ നിന്ന് എണീറ്റ് നേരെ ഈ ആങ്കർ ചെയ്യുന്ന ആ പെണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? അതെ ഈ മത്സരത്തിൽ വിജയിക്കുന്ന ആരാണോ അവർക്ക് 1 ലക്ഷം രൂപയല്ലേ സമ്മാനമായിട്ട് കിട്ടുന്നത്? അതെ 1 ലക്ഷം രൂപ തന്നെയാണ് സമ്മാനമായിട്ട് കിട്ടുന്നത്. അല്ല അതിൽ വല്ല ടാക്സോ മറ്റോ കാര്യങ്ങളൊക്കെ പിടിക്കോ? ഇല്ല, ടാക്സും കാര്യങ്ങളും മറ്റൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ സമ്മാനം ആർക്കാണെന്ന് ഇപ്പം പറയാനായിട്ട് പറ്റുമോ? അതെ ഈ മത്സരം കഴിഞ്ഞിട്ട് പറയാം, നിങ്ങൾ അവിടെ പോയിരിക്കൂ എന്ന് പറഞ്ഞപ്പോഴേക്കും മതി മതി, മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി, കൂടുതൽ ഇതൊന്നുമില്ല, നിങ്ങൾ മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി അവിടെ പോയിരിക്കുകയും ചെയ്യാണ്. അങ്ങനെ ഗിറ്റാർ വായിക്കുന്ന പെണ്ണ് ഇങ്ങനെ ഗിറ്റാർ വായിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് വരുന്നത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഒരു ആണിനെ മേക്കപ്പ് ഇങ്ങനെ ചെയ്യാണ്. ആ ആണിനെ നല്ല രീതിയിൽ തന്നെ പെണ്ണാക്കി മാറ്റുകയാണ് നമ്മുടെ ശ്രുതി. അപ്പോൾ ശ്രുതിയുടെ ആ ഒരു ടാലൻറ്റ് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആകുകയാണ്. അപ്പോൾ സച്ചി പറയണം, എൻ്റെ ദൈവമേടാ നിന്റെ ഭാര്യ ദേ അയാളെ പെണ്ണാക്കി മാറ്റിയല്ലോടാ, ദേ ഇനി ആണ് പെൺവേഷം കെട്ടി വന്നാലും അവരെ നമ്മൾ പ്രേമിച്ചു പോകും, നോക്കിയും കണ്ടും വേണേ പ്രേമിക്കാനായിട്ട്, അല്ലെങ്കിൽ ഭാരം വെള്ളത്തിൽ കിട്ടും. അങ്ങനെ നമ്മുടെ വർഷ വരികയാണ്. അങ്ങനെ വർഷ വന്നു കഴിഞ്ഞ് വർഷ പറയാണ്, ഞാൻ ഇവിടെ സൗണ്ട് അനുകരിക്കാൻ പോവുകയാണ്. ആദ്യം അനുകരിക്കാൻ പോകുന്നത് എൻ്റെ അമ്മായിയമ്മയുടെ സൗണ്ട് തന്നെയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുക. അങ്ങനെ ചന്ദ്ര പറയുന്ന അതേ രീതിയിൽ തന്നെ പറയുകയാണ്, അതെ നിന്റെയൊക്കെ വേഷം കെട്ടുകൾ ഇവിടെ വേണ്ട, സ്വന്തം വീട്ടിൽ മതി. ഈ ചന്ദ്രമതി ആരാണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. ദേ എൻ്റെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കരുത് നീ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷം അവിടെ നിന്ന് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയോട് പറയണം, കണ്ടില്ലേ വർഷം എത്ര നന്നായിട്ടാ അതെ അമ്മയെ അനുകരിച്ചത്. അതെ സച്ചിയേട്ടൻ്റെ അമ്മ എന്നോട് പറയുന്ന ആ ഒരു രീതിയാണ് വർഷയുടെ അനുകരിച്ചത്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ അതെ ശ്രുതി വർഷ ദേ ആൻറ്റിക്കിട്ട് പാര വെച്ചല്ലേ, ആൻറ്റിയെ കളിയാക്കിയതല്ലേ? കളിയാക്കിയതൊന്നല്ലെന്നേ, അത് ചുമ്മാ കോമഡി തമാശയല്ലേ. അങ്ങനെ നമ്മുടെ വർഷയാണെങ്കിൽ ഇനി അടുത്തതായിട്ട് ഞാൻ അനുകരിക്കാൻ പോകുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വോയിസ് തന്നെയാണ്. അപ്പോൾ ഇത് കിട്ടിയപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം തോന്നിക്കണം. എടാ ശ്രീകാന്തെ നിന്നെയാണ് അനുകരിക്കാനായിട്ട് പോകുന്നത് എന്നിങ്ങനെ സുധിയും അതേപോലെ തന്നെ സച്ചിയും കൂടി സംസാരിക്കുകയാണ്. അങ്ങനെ വർഷ ശ്രീകാന്തിൻ്റെ സൗണ്ടും അവിടെ അനുകരിക്കണതേ, നീ ഇവിടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, എൻ്റെ അമ്മ പാവമാണ്, എൻ്റെ അമ്മ പറയുന്നതെല്ലാം കേട്ട് അവിടെ നിൽക്കുക തന്നെ ചെയ്യണം, അല്ലാതെ നിന്റെ എടുത്ത ചാട്ടത്തിന് അവിടെ ചാടിപ്പോകാനായിട്ട് പാടില്ല എന്ന് ശ്രീകാന്ത് പറയുന്ന രീതിയിൽ നമ്മുടെ വർഷ അവിടെ പറയുകയാണ്. ഇതെല്ലാം കേട്ട് എല്ലാവരും കൈയടിക്കുകയാണ്. അങ്ങനെ വർഷയുടെ ആ ഒരു ടാലൻറ്റ് അവിടെ കഴിയാണ്. അങ്ങനെ വർഷ നേരെ ശ്രീകാന്തിൻ്റെ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്ത് കൺഗ്രാജുലേഷൻസ്, അടിപൊളിയായിരുന്നു, നന്നായിട്ട് തന്നെ ചെയ്തു വർഷേ എന്നും പറഞ്ഞുകൊണ്ട് കൈ കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് വരുന്നത് നമ്മുടെ രേവതിയാണ്. അപ്പോൾ രേവതി നേരെ സ്റ്റേജിലേക്ക് കയറുകയാണ്. അവിടെ കുറേ പൂക്കളും വെച്ചിട്ടുണ്ട്. സച്ചിക്കാണെങ്കിൽ ഭയങ്കര ആകാംക്ഷ. അങ്ങനെ രേവതിയുടെ കണ്ണ് കെട്ടട്ടെ എന്ന് ചോദിക്കുകയാണ്. കണ്ണ് കെട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിയുടെ കണ്ണ് കെട്ടി പൂക്കൾ കുറേ എടുത്ത് വെച്ച് കൊടുക്കുക. അങ്ങനെ രേവതി പൂക്കൾ കെട്ടാൻ തുടങ്ങിയാണ്. സച്ചിയാണെങ്കിൽ രേവതി ആകട്ടെ, രേവതി അടിപൊളി, രേവതി നീ ചെയ്യുന്നത് മുഴുവൻ കറക്റ്റാണ്, രേവതി പെട്ടെന്നാവട്ടെ രേവതി. അങ്ങനെ സച്ചിയാണെങ്കിൽ വിസൽ അങ്ങോട്ട് അടിക്കുകയാണ് നീട്ടി. അപ്പോഴേക്കും സുധിയാണെങ്കിൽ ഇതെന്താടാ സച്ചി,
നിനക്ക് മാനേഴ്സ് അറിയില്ലേ? നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂകുന്നത്? നീ പോടാ വേട്ടാവളിയാ, ഞാനേ എൻ്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ സച്ചിയേട്ടൻ സപ്പോർട്ട് ചെയ്തിരുന്നേ, ഏട്ടത്തി സപ്പോർട്ട് ചെയ്തല്ലേ, അതിനെന്തിനാ സുധിച്ചേട്ടൻ ഇങ്ങനെ കിടന്ന് പറയുന്നത്? രേവതി ദേ 3 മിനിറ്റ് ഉള്ളൂ, സമയം കഴിയാറായി, പെട്ടെന്നാവട്ടെ. അങ്ങനെ രേവതി നല്ല അടിപൊളിയായിട്ട് ആ പൂമാല കെട്ടുകയാണ്. ജഡ്ജ് വരെയും അന്തിച്ചു പോയി നിന്നുപോയി. അങ്ങനെ പൂമാല കെട്ടി കഴിയാണ്. അപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. സച്ചി അവിടെ ചാടി എണീറ്റ് ഇങ്ങനെ കൈയടിക്കണം, എല്ലാവരും കൈയടിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടാലൻ്റ് എല്ലാം കഴിയുകയാണ്. അപ്പോൾ ഇങ്ങനെ ഹാങ്കർ വന്നതെന്ന് പറയുകയാണ്, എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ടാലൻറ്റുകളെല്ലാം ചെയ്തു, നന്നായിട്ട് ഭംഗിയായിട്ട് ചെയ്തു. ഇനി അടുത്തത് വരാൻ പോവുകയാണ്. ഇനി കപ്പിൾസിൻ്റെ പെർഫോമൻസ് ആണ്. പിന്നെ ഈ സ്റ്റേജിൽ വന്നിരുന്ന് 2 കപ്പിളുകൾ പരസ്പരം നോക്കിയിട്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയുക, തൻ്റെ പങ്കാളിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറയുക എന്ന് പറഞ്ഞപ്പോഴേക്കും സച്ചി ആണെങ്കിൽ അതെ, ആരുടെ മുഖത്തേക്ക് നോക്കിയാൽ നിൽക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി നിന്നാൽ മതി. ഓ ശരി ശരി അങ്ങനെയല്ലേ. അപ്പോഴേക്കും ഈ ഹാങ്കർ ഏതായാലും ശ്രുതിയും ആദ്യത്തെ കപ്പിൾ ഇങ്ങോട്ട് വരൂ, നിങ്ങളുടെ തന്നെ അവിടെ ആദ്യത്തെ പെർഫോമൻസ്. അങ്ങനെ ശ്രുതിയും നേരെ ആ സ്റ്റേജിൽ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി, നീ എനിക്ക് കിട്ടിയ ഭാഗ്യമാണ്, നീയാണ് എന്നെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്, എനിക്ക് ഇത്രയും ടാലൻ്റൊക്കെ കിട്ടാനുള്ള കാരണം അത് നീയാണ്, തളർന്നു പോയ എന്നെ നീയാ ഓരോരോ കാര്യങ്ങളും ചെയ്ത് എന്നെ വലിയൊരു നിലയിൽ എത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെക്കുറിച്ച് ഭയങ്കര രീതിയിൽ പറയാണ്. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് കള്ളം പറയാറില്ല, അവളെ എനിക്ക് വിശ്വാസമാണ്, എന്നെ ഒത്തിരി സ്നേഹിക്കുന്നതാണ് എൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ശ്രുതിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. എൻ്റെ ഭാര്യ ഒരിക്കലും എന്നോട് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതി നിർത്ത്, മതി ശ്രുതി, എന്താ ശ്രുതി മതി, എന്നെക്കുറിച്ച് ഇത്രയും നിൻ്റെ മനസ്സിലുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു, ഒരുപാട് സന്തോഷമായി, എന്നെ ഇത്രയും മാത്രം നീ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ശ്രുതി, എനിക്ക് ഇതിൽ പരം വേറെ എന്ത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ കരയുകയാണ്. അപ്പോൾ ശ്രുതിയുടെ ഇമോഷണൽ എല്ലാവരും ഇവിടെ കാണുക. അപ്പോൾ ശ്രുതിയുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്, നീ കരയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും കൈ അടിക്കുകയാണ്. പക്ഷേ രേവതി കൈ അടിക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയണം, വേണ്ട കൈ അടിക്കുന്നത് വേണ്ട, പിന്നെ എന്തിനൊക്കെ കൈ അടിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എല്ലാവരും അന്തിച്ച് നോക്കി നിൽക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ അപ്പോഴാണ് ഈ ഒരു സ്റ്റേജ് ആണല്ലോ എന്ന് പോലും ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.